നമസ്കാരം. സാമ്പത്തിക ശാസ്ത്രം എന്ന ഭാഗത്തെ അഞ്ചാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയാണ്. ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയുകയാണ്. ബാങ്കിംഗ് മേഖല എന്നാൽ ഏറ്റവും വൈഡായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിക്കുന്നത് ഈ ഒരു ഭാഗത്തിന്റെ ഏറ്റവും കോറായിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ്. അതായത് ഈ പോയിന്റ്സ് കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഏതൊരു പരീക്ഷയ്ക്കും മാർക്ക് സ്കോർ ചെയ്യാനുള്ള ബേസ് ആകും. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു വെക്കുന്നോ അതെല്ലാം കൂടുതൽ അറിവുകളായിട്ട് മാറും. കാരണം ബാങ്കിങ് വളരെ വൈഡായിട്ട് പഠിപ്പിക്കാൻ പോയാൽ അത് 5, 6, 7 ക്ലാസ്സുകൾ കൊണ്ട് തീരില്ല, അത്രയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോളിഡ് പോയിന്റ്സ് ആണ് ഈ ക്ലാസ്സുകളിലൂടെ ഞാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പഠിക്കുക. മുൻപുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഐ ബട്ടണിൽ അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കൂടി പഠിക്കുക. ഞാൻ അഖിൽ, ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യയുടെ ബാങ്കിംഗ് മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ബാങ്കിംഗ് കാലഘട്ടം എന്ന് പറഞ്ഞ് നമ്മളൊരു ചെറിയ ഡിവിഷൻ പഠിക്കാറുണ്ട്. അത് SSCRT സ്കൂൾ ടെക്സ്റ്റിലും സാമ്പത്തിക മേഖലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നതാണ്. 1770 ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് സ്ഥാപിതമായ ഒരു കാലഘട്ടമുണ്ട്. 1770 അതുമുതൽ 1969 ഒന്നാം ബാങ്ക് ദേശസാൽക്കരണമുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ ബാങ്കിംഗ് മേഖലയിലെ ഒന്നാം ഘട്ടം എന്ന് വിളിക്കാറുണ്ട്. അതായത് 1770 ഒന്നാമത്തെ ബാങ്ക് സ്ഥാപിതമായ കാലഘട്ടം മുതൽ 1969 ബാങ്ക് ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടം. ശേഷം 1969 മുതൽ 1990 വരെയുള്ള കാലഘട്ടം. ചിലപ്പോൾ നമ്മൾ 91 എന്നും പറയാറുണ്ട്. പക്ഷേ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ആധികാരിക പുസ്തകങ്ങളിലൊക്കെ 90 എന്നാണ് പറയുക. 1969 മുതൽ 1990 വരെയുള്ള ഒരു കാലഘട്ടത്തെ രണ്ടാം ഘട്ടം എന്ന് വിളിക്കാറുണ്ട്. ശേഷം 90 മുതലോ അല്ലെങ്കിൽ 91 മുതലോ, കൃത്യമായി പറഞ്ഞാൽ 90 മുതൽ നമുക്ക് പറയാൻ സാധിക്കും. 1990 മുതൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന 2021 വരെയുള്ള ഒരു ഘട്ടം, അത് മൂന്നാം ഘട്ടം എന്ന് വിളിക്കും. അത് കൃത്യമായി പറഞ്ഞാൽ പുത്തൻ സാമ്പത്തിക പരിഷ്കരണങ്ങളൊക്കെ തുടങ്ങുന്നത് 91ലാണ്. അതുകൊണ്ട് നിങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ 1991 മുതൽ 2021 വരെ എന്ന് ചിലപ്പോൾ കാണാം. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. 1770 മുതൽ 1969 വരെയുള്ള ഒന്നാം ബാങ്കിംഗ് ഘട്ടം എന്നറിയപ്പെടുന്നു. 69 മുതൽ 1990 വരെയുള്ള ഒരു ഘട്ടത്തെ നമ്മൾ രണ്ടാം ഘട്ടം എന്ന് വിളിക്കുന്നു. അത് ചിലപ്പോൾ 91 എന്നും പറയാറുണ്ട്. അതേപോലെ 1990 മുതൽ ആ ഒരു കാലഘട്ടം മുതൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു പീരീഡ് വരെയുള്ളതിനെ മൂന്നാം ഘട്ടം എന്ന് വിളിക്കുന്നു. വലിയ പ്രാധാന്യമൊന്നുമില്ല, എങ്കിലും അത് സ്കൂൾ ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമ്മൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിൽ ഫേസ് ചെയ്യാറുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏത്? ഒരുപാട് തവണ പരീക്ഷകൾ ചോദിച്ചുള്ള ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 കൊൽക്കട്ടയിൽ സ്ഥാപിതമായി. എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്ന് ചോദിച്ചാൽ ഇതാണ്, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 കൊൽക്കട്ടയിൽ സ്ഥാപിതമായി. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 കൊൽക്കട്ടയിൽ സ്ഥാപിതമായി. അത് ബ്രിട്ടീഷുകാരാൽ സ്ഥാപിതമായ ഒരു ബാങ്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയുടെ തദ്ദേശ ബാങ്ക് ഒന്നും അതിനെ വിളിക്കാറില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് എന്നാണ് അതിനെ വിളിക്കാറ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് അലഹാബാദ് ബാങ്ക് ആണ്. 1865 സ്ഥാപിതമായി. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബാങ്ക് എന്ന് ചോദിച്ച ഏതാണ്? അലഹബാദ് ബാങ്ക് ആണ്. 1865. ശ്രദ്ധിച്ചോണം, അലഹബാദ് ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ: ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക് അല്ലെങ്കിൽ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക്. ഈ റെക്കോർഡുകൾ ഏതിനാണ്? അലഹാബാദ് ബാങ്കിനാണ്. 2020 ഇത് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, അലഹാബാദ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? ഏത് ബാങ്കിലാണ്? ഇന്ത്യൻ ബാങ്കിലാണ് അലഹാബാദ് ബാങ്ക് ലയിച്ചത്. പഠിച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. ഇത് ഓൾറെഡി കറണ്ട് അഫേഴ്സിലൊക്കെ പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അലഹാബാദ് ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? ഏതിലാണ്? ഇന്ത്യൻ ബാങ്ക്. കാരണം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബാങ്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക് ആയിരുന്നു. ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് ആയിരുന്നു ഏത്? അലഹാബാദ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. ഇനി ശ്രദ്ധിച്ചോണം, മൂന്നാമത്തെ പോയിന്റ്: പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ച ആദ്യ ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്.
ഇമ്പോർട്ടന്റ് ആണ്. പൂർണ്ണമായും ഇന്ത്യൻ മൂലധനം ഉപയോഗിച്ച് പ്രവർത്തനം ആരംഭിച്ച ആദ്യ ബാങ്ക് എന്ന് ചോദിച്ചാലോ അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. 1895 പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ 1895. സ്ഥാപകൻ ലാലാ ലജ്പത് റായ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകൻ ആരാണ്? ലാലാ ലജ്പത് റായ്. ആരാണ്? ലാലാ ലജ്പത് റായ്. ഏത് വർഷം സ്ഥാപിക്കപ്പെട്ടു? 1895 ലാഹോറിലാണ് സ്ഥാപിച്ചത്. ഇപ്പോൾ PNB യുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന്, ഇന്ത്യയിൽ VRS വോളണ്ടറി റിട്ടയർമെന്റ് സർവീസ് ആരംഭിച്ച ആദ്യ ബാങ്ക് എന്ന് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ VRS ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ്? അത് PNB ആണ്. അതേപോലെ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് എന്ന് ചോദിച്ചാൽ അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. പഠിക്കേണ്ട പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് എന്ന് ചോദിച്ച ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പോയിന്റ് ആണ്. ഇനി ഒരു സിമ്പിൾ പോയിന്റ് ആണ്, കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് എന്ന് ചോദിച്ച ഏതാണ്? നെടുങ്ങാടി ബാങ്ക് ആണ്. കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. 1899 അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. ഇത് 2003 പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ലയിച്ചത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നെടുങ്ങാടി ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? ഏത് ബാങ്കിലാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ലയിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം 3 കാര്യങ്ങൾ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ആണ്. 1770 സ്ഥാപിക്കപ്പെട്ടു. ഇത് ബ്രിട്ടീഷുകാർക്ക് പ്രാധാന്യം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ബാങ്ക് ആയിരുന്നു. രണ്ടാമത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബാങ്ക് അല്ലെങ്കിൽ ആദ്യത്തെ പൊതുമേഖലാ ബാങ്ക്, ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് അലഹബാദ് ബാങ്ക് ആണ്. 1865 സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ അലഹബാദ് ബാങ്ക് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1865 ആണ്. ഇനി പൂർണ്ണമായും ഇന്ത്യൻ മൂലധനത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ബാങ്കാണ് ഇത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. 1895 ആര് സ്ഥാപിച്ചു? ലാലാ ലജ്പത് റായ് സ്ഥാപിച്ചു. പിന്നെ PNB യുടെ പ്രത്യേകത പഠിച്ചിരിക്കണം. VRS ആരംഭിച്ച ആദ്യ ബാങ്കാണ്. അതേപോലെ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, നെടുങ്ങാടി ബാങ്കാണ്. 1899 ആര് സ്ഥാപിച്ചു? അപ്പു നെടുങ്ങാടി സ്ഥാപിച്ചു. ആരാണ് സ്ഥാപകൻ? അപ്പു നെടുങ്ങാടി. അത് 2003 PNB പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയുമാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ബേസ് ക്വസ്റ്റ്യൻസ്. ഓൾറെഡി എല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. ഓക്കെ, ഇനി പ്രസിഡൻസി ബാങ്ക് ഓഫ് കൊൽക്കട്ട സ്ഥാപിക്കപ്പെട്ട വർഷം ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. 1806 പ്രസിഡൻസി ബാങ്ക് ഓഫ് കൊൽക്കട്ട എന്ന പേരിൽ ഒരു ബാങ്ക് സ്ഥാപിക്കപ്പെട്ടു. ഏത് വർഷം? 1806. 1809 മുതൽ അത് പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ എന്ന പേരിൽ അറിയപ്പെട്ടു. വലിയ പ്രാധാന്യമുള്ള പോയിന്റ് അല്ല, പക്ഷേ ഈ വർഷം പഠിച്ചോണം. പ്രസിഡൻസി ബാങ്ക് ഓഫ് കൊൽക്കട്ട ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1806 പ്രസിഡൻസി ബാങ്ക് ഓഫ് കൊൽക്കട്ട സ്ഥാപിക്കപ്പെട്ടത്. 1806 പ്രസിഡൻസി ബാങ്ക് ഓഫ് കൊൽക്കട്ട സ്ഥാപിക്കപ്പെട്ടത്. ശേഷം 1840 പ്രസിഡൻസി ബാങ്ക് ഓഫ് ബോംബെ സ്ഥാപിക്കപ്പെട്ടു. പ്രസിഡൻസി ബാങ്ക് ഓഫ് ബോംബെ സ്ഥാപിക്കപ്പെട്ട ഏത് വർഷമാണ്? 1840 പ്രസിഡൻസി ബാങ്ക് ഓഫ് ബോംബെ സ്ഥാപിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ 1843 പ്രസിഡൻസി ബാങ്ക് ഓഫ് മദ്രാസ് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ 3 ശ്രദ്ധിച്ചോണം. പ്രസിഡൻസി ബാങ്ക് ഓഫ് കൊൽക്കട്ട സ്ഥാപിക്കപ്പെട്ടത് 1806. പ്രസിഡൻസി ബാങ്ക് ഓഫ് കൊൽക്കട്ട 1806. പ്രസിഡൻസി ബാങ്ക് ഓഫ് ബോംബെ സ്ഥാപിക്കപ്പെട്ടത് 1840. പ്രസിഡൻസി ബാങ്ക് ഓഫ് മദ്രാസ് സ്ഥാപിക്കപ്പെട്ടത് 1843. ഈ 3 ബാങ്കുകളും കമ്പൈൻ ചെയ്തു. ദാറ്റ് ഈസ് പ്രസിഡൻസി ബാങ്ക് ഓഫ് കൊൽക്കട്ട അല്ലെങ്കിൽ ബംഗാൾ, കൂടെ തന്നെ പ്രസിഡൻസി ബാങ്ക് ഓഫ് ബോംബെ, പ്രസിഡൻസി ബാങ്ക് ഓഫ് മദ്രാസ്, ഇവ മിക്സ് ചെയ്തിട്ട് 1921 ജനുവരി 27 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ട വർഷം ഏത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. 1921 ജനുവരി 27. മനസ്സിൽ ഉറപ്പിച്ചോളൂ, ഇമ്പോർട്ടന്റ് ആണ്. 1921 ജനുവരി 27. ആ ഡേറ്റ് സഹിതം പഠിക്കണം. 1921 ജനുവരി 27 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേര് നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ജോൺ കെയ്ൻസ് ആണ്. ആരാണ്? ജോൺ കെയ്ൻസ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1955 ജൂലൈ 1 ദേശസാൽക്കരിക്കപ്പെട്ടു. ശ്രദ്ധിച്ചോണം, ഇന്ത്യയിലെ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യ ബാങ്ക് ഇതല്ല, നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഓർഡർ അങ്ങ് പഠിച്ചു പോവുകയാണ്. അപ്പോൾ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട വർഷം ഏത് എന്ന് ഡേറ്റ് സഹിതം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോണം. 1955 ജൂലൈ 1. ഏത് വർഷമാണ്? 1955 ജൂലൈ 1 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെടുന്നത്. അന്ന് മുതൽ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ
അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ശ്രദ്ധിച്ചോണം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻഗാമി ആര് എന്ന് ചോദിച്ചാൽ ചില പരീക്ഷകളൊക്കെ ഓപ്ഷനകത്തിൽ എന്ത് കാണും? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് കാണും. അതുമല്ലെങ്കിൽ എന്ത് കാണും? ആദ്യം സ്ഥാപിക്കപ്പെട്ട പ്രസിഡൻസി ബാങ്ക് ഓഫ് കൊൽക്കത്ത. അപ്പൊ കൃത്യമായി പറഞ്ഞാൽ 1806 പ്രസിഡൻസി ബാങ്ക് ഓഫ് കൊൽക്കത്ത സ്ഥാപിക്കപ്പെട്ടു. 1921 3 ബാങ്കുകൾ ചേർന്നിട്ട് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി. ആ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ 1955 ജൂലൈ 1 ദേശസാൽക്കരിക്കപ്പെട്ടു. അന്ന് മുതൽ ഏത് പേരിൽ അറിയപ്പെട്ടു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടു. എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇസ്രായേലിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ബാങ്ക് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇസ്രായേലിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ബാങ്ക് അതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇനി അവിടെ ഒരു കമ്പാരിസൺ കിടപ്പുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ശാഖ ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പിടിയിട്ടോ? ഇന്ത്യക്ക് പുറത്ത് ശാഖ ആരംഭിച്ച ആദ്യ ബാങ്ക് എന്ന് ചോദിച്ചതാണ്, അത് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1946 ലണ്ടനിൽ ശാഖ ആരംഭിച്ചു. ഇമ്പോർട്ടന്റ് ആണ്. പിടിയല്ലോ? അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോണം. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. പക്ഷേ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യക്ക് പുറത്ത്, ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യക്ക് പുറത്ത് ശാഖ ആരംഭിച്ച ആദ്യ ബാങ്ക് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പിന്നെ എല്ലാവർക്കും അറിയാം, പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നുള്ളതാണ് SBIയുടെ സ്ലോഗൻ. പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ്. അതേപോലെ SBIയുടെ പരസ്യ ചിത്രത്തിൽ കസ്റ്റമറായി പ്രത്യക്ഷപ്പെടുന്ന ആരാണ്? രബീന്ദ്രനാഥ ടാഗോർ ആണ്. ഇതൊക്കെ കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. SBIയുടെ സ്ഥാപക ചെയർമാൻ ആര്? പ്രീവിയസ് ക്വസ്റ്റ്യൻ, ജോൺ മത്തായി. SBIയുടെ സ്ഥാപക ചെയർമാൻ ആരെന്ന് ചോദിച്ചാലാണ് ജോൺ മത്തായി ആണ് SBIയുടെ സ്ഥാപക ചെയർമാൻ. SBIയുടെ തലപ്പത്തെത്തിയ ചെയർപേഴ്സൺ പദവിയിലെത്തിയ ആദ്യ വനിത ആരാണ്? അരുന്ധതി ഭട്ടാചാര്യ. SBIയുടെ തലപ്പത്തെത്തിയ ആദ്യ വനിത ആരാണ്? അരുന്ധതി ഭട്ടാചാര്യ. ആരാണ്? അരുന്ധതി ഭട്ടാചാര്യ. ഒപ്പം തന്നെ ഓർത്തിരിക്കണം, SBT ഉൾപ്പെടെ 5 അസോസിയേറ്റഡ് ബാങ്കുകൾ 2017 ഏപ്രിൽ 1 SBIയിൽ ലയിപ്പിച്ചു. പ്രീവിയസ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ ഒരു വർഷം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. SBT ഉൾപ്പെടെ 5 അസോസിയേറ്റഡ് ബാങ്കുകൾ SBIയിൽ ലയിപ്പിച്ചത് ഏത് വർഷം? ഏത് വർഷമാണ്? 2017 ഏപ്രിൽ 1 പിന്നെ എല്ലാവർക്കും അറിയാം, SBIയുടെ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ്, ബാങ്കിങ് മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് എന്ത്? യോനോ. SBIയുടെ ബാങ്കിങ് മൊബൈൽ ആപ്പിന്റെ പേരാണ് എന്ത്? യോനോ. അപ്പോൾ സിമ്പിൾ പോയിന്റ്സ് ആണ്. പരീക്ഷയ്ക്ക് ഏറ്റവും സോളിഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. SBIയുടെ പ്രത്യേകത ഇവിടെ തീരുന്നില്ല, ഇനിയുമുണ്ട് ഒരുപാട്. ഒഴുകുന്ന ATM ആദ്യമായിട്ട് സ്ഥാപിച്ചത് SBI. അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ SBIയുടെ ഒരു വരവ് എവിടുന്നാണെന്ന് മനസ്സിലായല്ലോ. 1806 പ്രസിഡൻസി ബാങ്ക് ഓഫ് കൊൽക്കത്ത സ്ഥാപിച്ചു. അത് 9 പ്രസിഡൻസി ബാങ്ക് ഓഫ് ബംഗാൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1840 പ്രസിഡൻസി ബാങ്ക് ഓഫ് ബോംബെ സ്ഥാപിച്ചു. 1843 പ്രസിഡൻസി ബാങ്ക് ഓഫ് മദ്രാസ് സ്ഥാപിച്ചു. ഇവ മൂന്നും ചേർന്ന് 1921 ജനുവരി 27, ആ ഡേറ്റ് മനസ്സിൽ ഉറപ്പിച്ചേ, 1921 ജനുവരി 27 ഇംപീരിയൽ ബാങ്ക് ആയിട്ട് മാറി. ഇംപീരിയൽ ബാങ്ക് എന്ന പേര് നിർദ്ദേശാരാണ്? ജോൺ കെയ്ൻസ് ആണ്. ശേഷം ആ ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ടു. ഏത് വർഷം? 1955 ജൂലൈ 1. അങ്ങനെ അന്ന് മുതൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുള്ള ബാങ്കാണ്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുകളുണ്ട്. ഇസ്രായേലിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ബാങ്കാണ്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം പ്രീവിയസ് ആയിട്ട് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ ബാങ്ക് SBI അല്ല, അത് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1946 അവർ ലണ്ടനിൽ ബ്രാഞ്ച് ആരംഭിച്ചിരുന്നു. SBIയുടെ സ്ഥാപക ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ജോൺ മത്തായി ആണ്. SBIയുടെ തലപ്പത്തെത്തിയ ആദ്യ വനിതയാണ് ആര്? അരുന്ധതി ഭട്ടാചാര്യ. SBT ഉൾപ്പെടെ 5 അസോസിയേറ്റഡ് ബാങ്കുകൾ എന്ന് ലയിച്ചു. 2017 ഏപ്രിൽ 1 SBI ലയിച്ചു. അതേപോലെ SBIയുടെ മൊബൈൽ ആപ്പിന്റെ പേരാണെന്ത്? യോനോ. വീണ്ടും ഒരു ഇയർ ആണ് പഠിക്കാനുള്ളത്. ഇന്ത്യയിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ്സാക്കിയ വർഷം 1949. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇന്ത്യയിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ്സാക്കിയ വർഷം എന്ന് ചോദിച്ചതാണ് 1949. 1949 ഇന്ത്യയിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ്സാക്കുന്നത്. നെക്സ്റ്റ്, ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ, അതേപോലെ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക്, ഈ പേരുകളിൽ അറിയപ്പെടുന്നത് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ.
നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ദേശസാൽകൃത ബാങ്കാണ്. ഞാൻ ഓൾറെഡി മുമ്പേ പറഞ്ഞിരുന്നു RBI ദേശസാൽക്കരിച്ചതിനെ കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ദേശസാൽകൃത ബാങ്ക് അതല്ല എന്ന്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശസാൽകൃത ബാങ്ക് ഏതാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ RBI കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, RBIയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷനാണ് RBIയുടെ രൂപീകരണത്തിന് കാരണമാകുന്നത്. ഈ കമ്മീഷനെ റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നു. റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? RBIയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ കമ്മീഷനെ നമ്മൾ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് വിളിക്കുന്നു. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് RBI രൂപീകരിക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്ക് ആക്ട് പാസാക്കിയ വർഷം ചോദിച്ചാൽ 1934. ഇമ്പോർട്ടന്റ് ആണ്. റിസർവ് ബാങ്ക് ആക്ട് പാസാക്കിയത് ഏത് വർഷമാണ്? 1934. 1934 റിസർവ് ബാങ്ക് ആക്ട് പാസാക്കുന്നത്. ശേഷം റിസർവ് ബാങ്ക് നിലവിൽ വന്നു 1935 ഏപ്രിൽ 1. ഈ ഡേറ്റ് ഒക്കെ എല്ലാവർക്കും അറിയാം. റിസർവ് ബാങ്ക് നിലവിൽ വന്ന ഏത് വർഷമാണ്? 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് നിലവിൽ വന്നത്. 35 നിലവിൽ വരുമ്പോൾ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിലായിരുന്നു. 1937 മുതൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ. അപ്പോൾ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ എന്ന് ചോദിച്ചാൽ എവിടെയാണ്? മുംബൈയിലാണ് RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. എന്നാൽ പരീക്ഷയ്ക്ക് എടുത്തു ചോദിക്കുകയാണ് RBI സ്ഥാപിതമാകുമ്പോൾ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊൽക്കത്തയിലായിരുന്നു. 37 മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ദെൻ RBI ദേശസാൽക്കരിച്ച വർഷം. ഈ RBI സ്ഥാപിക്കപ്പെടുമ്പോൾ അതിന്റെ സ്ഥാപിത മൂലധനം എന്ന് പറഞ്ഞാൽ 5 കോടി രൂപയായിരുന്നു. മനസ്സിലായല്ലോ? RBI സ്ഥാപിക്കപ്പെടുമ്പോൾ അതിന്റെ സ്ഥാപിത മൂലധനം എന്ന് പറഞ്ഞാൽ 5 കോടി രൂപയായിരുന്നു. അപ്പോൾ RBI ദേശസാൽക്കരിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1949 ജനുവരി 1. ഡേറ്റ് സഹിതം ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. RBI ദേശസാൽക്കരിച്ച വർഷം ഏത് വർഷമാണ്? 1949 ജനുവരി 1. 49 ജനുവരി 1. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് RBIയുടെ ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയുടെ സാമ്പത്തിക വർഷമായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. ജൂലൈ മുതൽ ജൂൺ വരെയാണെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. എങ്കിൽ അത് ചേഞ്ച് ചെയ്യപ്പെട്ടു. നിലവിൽ RBIയുടെ സാമ്പത്തിക വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. മനസ്സിലായല്ലോ? നിലവിൽ RBIയുടെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ തന്നെയാണ്, മാർച്ചിൽ അവസാനിക്കുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കേൾക്കുമ്പോൾ ജൂലൈ ടു ജൂൺ എന്നായിരുന്നു പറയുക RBIയുടെ സാമ്പത്തിക വർഷം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേഷൻ ആണ്. വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെട്ട 3-4 ചോദ്യങ്ങളാണ്. RBIയുടെ ആദ്യ ഗവർണർ ആര്? ഓസ്ബോൺ സ്മിത്ത് ആണ്. ശ്രദ്ധിച്ചോണം. RBIയുടെ ആദ്യ ഗവർണർ ആരെന്ന് ചോദിച്ചാലാണ് ഓസ്ബോൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യ ഗവർണർ. ഇമ്പോർട്ടന്റ് ആണ്. കൂടെ തന്നെ നമ്മൾ ഓർത്തിരിക്കണം RBIയുടെ രണ്ടാമത്തെ ഗവർണർ ആയിരുന്നു ജെയിംസ് ടെയ്ലർ. RBIയുടെ രണ്ടാമത്തെ ഗവർണർ ആരെന്ന് ചോദിച്ചാലാണ് ജെയിംസ് ടെയ്ലർ ആയിരുന്നു RBIയുടെ രണ്ടാമത്തെ ഗവർണർ. നമുക്കറിയാം ഇന്ത്യയുടെ നോട്ടുകളിൽ ഒപ്പിടുന്നത് RBI ഗവർണറാണ്. ആദ്യമായിട്ട് ഇന്ത്യയുടെ നോട്ടിൽ ഒപ്പുവെച്ച RBI ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ടെയ്ലർ ആണ്. നമുക്കറിയാം 1 രൂപ ഒഴികെയുള്ള ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിക്കുന്നത് RBI ആണ്. 1 രൂപയാണെങ്കിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് 1 രൂപ നോട്ടിൽ സൈൻ ചെയ്യുന്നത്. പക്ഷേ ബാക്കി നോട്ടുകളിൽ അച്ചടിക്കുന്ന RBI ആണ്. അതുകൊണ്ട് സൈൻ ചെയ്യുന്ന ആരാണ്? RBI ഗവർണർ ആണ്. അങ്ങനെ ആദ്യമായിട്ട് നോട്ടുകളിൽ ഒപ്പുവെച്ച RBI ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് ഓസ്ബോൺ സ്മിത്ത് അല്ല, ജെയിംസ് ടെയ്ലർ ആണ്. RBIയുടെ രണ്ടാമത്തെ ഗവർണർ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരെന്ന് ചോദിച്ചാൽ CD ദേശ്മുഖ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കമ്പയർ ചെയ്ത് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കും. RBIയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്, രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടെയ്ലർ, ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാണ്? CD ദേശ്മുഖ്. ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ആരാണ്? CD ദേശ്മുഖ്. CD ദേശ്മുഖ്. ദെൻ ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്ന വ്യക്തി B രാമറാവു. പഠിച്ചോണം. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാലാണ് B രാമറാവു ആണ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്ന വ്യക്തി B രാമറാവു. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ്? B രാമറാവു. B രാമറാവു ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എല്ലാവർക്കും അറിയാം RBI ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ്. RBI ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? മൻമോഹൻ സിംഗ്. പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും. നമ്മൾ RBI റിപ്പോ റേറ്റ് കുറച്ചു കൂട്ടി അടുത്തിടെ 4% മാറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകളെ കാണും.
അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ RBI മറ്റ് ബാങ്കുകൾക്ക്, അതായത് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? RBI വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങളുണ്ട്, അതിന് ഈടാക്കുന്ന പലിശയാണ് എന്ത് വിളിക്കുക? റിപ്പോ റേറ്റ്. അതേപോലെ RBI മറ്റ് വാണിജ്യ ബാങ്കുകളിൽ നിന്ന് വാങ്ങുന്ന വായ്പകൾക്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. അതായത് വാണിജ്യ ബാങ്കിൽ നിന്ന് RBI ഇങ്ങോട്ട് കടമെടുക്കുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന പലിശയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുക. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് റിപ്പോ റേറ്റ് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ കുറച്ചു കൂട്ടി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. അപ്പൊ RBIയുടെ ധർമ്മം എന്ന് പറയുന്നതാണ് ഒരു രൂപ ഒഴിച്ചുള്ള ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിക്കുന്ന RBI ആണ്. അതായത് ഗവൺമെന്റിന്റെ ബാങ്ക് എന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നു. പിന്നെ വായ്പകൾ നിയന്ത്രിക്കുന്ന ആരാണ്? അതും RBI ആണ്. ഇനി RBIയെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കറണ്ട് അഫയേഴ്സിലെ ഒരു പോയിന്റ് ആണ്. കാഴ്ച പരിമിതി ഉള്ളവർക്ക് നോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി RBI പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് മണി. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. കാഴ്ച പരിമിതി ഉള്ളവർക്ക് നോട്ടുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി RBI പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണെന്ത്? മണി. ഇമ്പോർട്ടന്റ് ആണ് മണി. എന്താണ്? മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ RBIയെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ബാങ്കുകളുടെ ബാങ്കാണ്, വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്കാണ്, ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്ന് അറിയപ്പെടുന്ന ബാങ്കാണ്. അതേപോലെ RBIയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ. RBI ആക്ട് പാസാക്കിയ വർഷം ചോദിച്ചാൽ 1934. RBI നിലവിൽ വന്ന വർഷം 35 ഏപ്രിൽ 1. നിലവിൽ വരുമ്പോൾ ആസ്ഥാനം കൊൽക്കത്ത. അതേപോലെ 37 മുതൽ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. RBI ദേശസാൽക്കരിച്ച വർഷം 1949 ജനുവരി 1. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദേശസാൽകൃത ബാങ്ക് എന്ന് ചോദിച്ചതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതേപോലെ RBIയുടെ നിലവിലെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. RBIയുടെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ്. രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടെയ്ലർ, അദ്ദേഹമാണ് ആദ്യമായിട്ട് നോട്ടുകളിൽ ഒപ്പുവെച്ചത്. RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരനാരെന്ന് ചോദിച്ചാൽ CD ദേശ്മുഖ് ആണ്. അതേപോലെ ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണറായിരുന്ന വ്യക്തിയാണ് B രാമറാവു. RBI ഗവർണറായ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. RBI വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടങ്ങൾക്ക് ഈടാക്കുന്ന പലിശയെ റിപ്പോ റേറ്റ് എന്നും വാണിജ്യ ബാങ്കിൽ നിന്ന് വാങ്ങുന്ന കടത്തിന് നൽകുന്ന പലിശയെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നും പറയുന്നു. അതേപോലെ കാഴ്ച പരിമിതി ഉള്ളവർക്ക് വേണ്ടി RBI പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണെന്ത്? മണി. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇനി കുറച്ച് കണക്ട് ചെയ്ത് പഠിക്കേണ്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, പൂർണ്ണമായും ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലും ഇന്ത്യൻ മൂലധനത്തിലും ആരംഭിച്ച ബാങ്ക് എന്നൊരു വിശേഷണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വദേശി ബാങ്ക് എന്നൊരു വിശേഷണം സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നമ്മൾ ഓൾറെഡി പഞ്ചാബ് നാഷണൽ ബാങ്കിനെ കുറിച്ചും അലഹബാദ് ബാങ്കിനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബാങ്ക് എന്ന് അലഹബാദ് ബാങ്കിനെ വിളിച്ചു. അതേപോലെ പൂർണ്ണമായി ഇന്ത്യൻ മൂലധനത്തിൽ ആരംഭിച്ച ആദ്യ ബാങ്ക് എന്ന് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ വിളിച്ചു. പക്ഷേ ബാങ്കിങ് മേഖലയിൽ എടുത്തു പറയുന്ന മറ്റൊരു പോയിന്റ്, പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കണമെന്നില്ല എങ്കിലും പൂർണ്ണമായും ഇന്ത്യക്കാരുടെ ഉടമസ്ഥതയിലും അതേപോലെ തന്നെ ഇന്ത്യൻ മൂലധനത്തിലും ആരംഭിച്ച ആദ്യ ബാങ്ക് എന്നറിയപ്പെടുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വദേശി ബാങ്ക്, ഇവിടെ തദ്ദേശീയം എന്നൊരു വേർഡാണ് യൂസ് ചെയ്യുക. ഇന്ത്യയുടെ ആദ്യത്തെ സ്വദേശി ബാങ്ക് എന്ന് ചില ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 1911 മുംബൈയിൽ ഫിറോസ് ഷാ മേത്തയാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ പഠിച്ചിരിക്കണം, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ട വർഷം ഏത് വർഷമാണ്? 1911. എവിടെ സ്ഥാപിക്കപ്പെട്ടു? മുംബൈയിലാണ്. ആരാണ് സ്ഥാപകൻ? ഫിറോസ് ഷാ മേത്ത. ആരാണ്? ഫിറോസ് ഷാ മേത്ത. ഇനി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് നമ്മുടെ പരീക്ഷകളിൽ കോമൺ ആയിട്ട് ചോദിച്ചുള്ള ഈ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ഒരു കമ്പാരിസൺ ആയിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ത്, അല്ലെങ്കിൽ അലഹബാദ് ബാങ്ക് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ത്, എന്തുകൊണ്ട് ഇതിനെ സ്വദേശി ബാങ്ക് എന്ന് വിളിക്കുന്നു, ഇങ്ങനെയുള്ള ഡെഫിനേഷൻ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്നത് ഇതൊന്നുമല്ല. ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏത്? അതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മുടെ പരീക്ഷയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ആദ്യമായി ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ നിങ്ങൾ പരീക്ഷകളിൽ സ്ഥിരമായി PSC ആവർത്തിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് അങ്ങ് പഠിച്ചു വെക്കുക. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചാൽ കാനറ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക് ഏതാണ്? കാനറ ബാങ്ക് ആണ് ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്ക് എന്ന് ചോദിച്ചാൽ HDFC ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്ക് എന്ന് ചോദിച്ചാൽ ഏതാണ്? HDFC ബാങ്ക് ആണ്. നിലവിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് എന്ന് പറയുന്നതും HDFC ബാങ്ക് ആണ്. ICICI പിന്തള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്ക്
ബാങ്കായിട്ട് HDFC മാറിയിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഓരോ ഫിനാൻഷ്യൽ ഇയറും മാറി മാറി വരുന്നതാണ്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്ക് എന്ന് ചോദിച്ചതാണ്, അത് HDFC ബാങ്ക് ആണ്. അതേപോലെ ചെക്ക് ഫെസിലിറ്റി ആരംഭിച്ച ആദ്യ ബാങ്ക് എന്ന് ചോദിച്ചാൽ ബംഗാൾ ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെക്ക് സംവിധാനം ആരംഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചാൽ ബംഗാൾ ബാങ്ക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എയർടെൽ ബാങ്ക് ആണ്. പേയ്മെന്റ് ബാങ്ക് അറിയാലോ, ലോണുകളോ ക്രെഡിറ്റ് കാർഡോ ഒന്നും നൽകാത്ത ഡെപ്പോസിറ്റിംഗ് ആ ഒരു ഫെസിലിറ്റി മാത്രമുള്ള ബാങ്കാണ് പേയ്മെന്റ് ബാങ്ക്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ഏതാണ്? എയർടെൽ ബാങ്ക് ആണ്. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി ATM ആരംഭിച്ച ബാങ്ക് എന്ന് ചോദിച്ചാൽ HSBC ബാങ്ക് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM ആരംഭിച്ച ബാങ്ക് ഏതാണ്? അത് HSBC ബാങ്ക് ആണ്. 1987 മുംബൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ഏത് ബാങ്കാണ്? HSBC ബാങ്ക് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഒരുമിച്ച് പഠിച്ചോണം. ക്രെഡിറ്റ് കാർഡ് സംവിധാനം ആരംഭിച്ച ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് കാനറ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബാങ്ക് എന്നറിയപ്പെടുന്നത് HDFC ആണ്. ചെക്ക് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബംഗാൾ ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ബാങ്ക് ഏതെന്ന് ചോദിച്ചാൽ എയർടെൽ ബാങ്ക്. അതുപോലെ ATM ആരംഭിച്ച ബാങ്ക് ഏതാണ്? HSBC ബാങ്ക്. ഇനി പരീക്ഷകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു സംഭവമാണ് ബാങ്ക് ദേശസാൽക്കരണം. ഞാൻ പറഞ്ഞിരുന്നു ബാങ്കിങ്ങിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് 1969 എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ 1969 14 ബാങ്കുകളെ, അതായത് 50 കോടി മൂലധനം ഉണ്ടായിരുന്ന 14 ബാങ്കുകളെ ദേശസാൽക്കരിച്ചു. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം ഏത് വർഷമായിരുന്നു? 1969 ജൂലൈ 19. ഇന്ത്യയിൽ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം ഏത് വർഷമായിരുന്നു? 1969 ജൂലൈ 19 ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം. ധനമന്ത്രിയും പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. അപ്പോൾ ഒന്നാം ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ധനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. 50 കോടി മൂലധനമുള്ള 14 ബാങ്കുകളാണെന്ന് ദേശസാൽക്കരിക്കപ്പെട്ടത്. ദെൻ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം 1980 ഏപ്രിൽ 15. 200 കോടി മൂലധനമുള്ള 6 ബാങ്കുകൾ അന്ന് ദേശസാൽക്കരിക്കപ്പെട്ടു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയാണ്. അപ്പോൾ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം ഏത് വർഷമാണ്? 1980 ഏപ്രിൽ 15. ഏത് വർഷമാണ്? 1980 ഏപ്രിൽ 15. എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചു? 6 ബാങ്കുകൾ. അപ്പോൾ എത്ര കോടി മൂലധനമുണ്ടായിരുന്നു? 200 കോടി മൂലധനമുള്ള 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധി. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, രണ്ടാം ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരായിരുന്നു? R വെങ്കിട്ടരാമൻ. ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? R വെങ്കിട്ടരാമൻ. കൂടെ ഓർത്തോണം, ഇപ്പോൾ ഒരുപാട് ബാങ്കുകളുടെ മേർജിംഗ് ഒക്കെ നടന്നു. അങ്ങനെ നിലവിൽ ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എണ്ണം ചോദിച്ചാൽ 12. ഇന്ത്യയിൽ നിലവിൽ എത്ര ദേശസാൽകൃത ബാങ്കേ ഉള്ളൂ? 12 ദേശസാൽകൃത ബാങ്ക്. കറണ്ട് അഫേഴ്സിലൊക്കെ ചോദിക്കും, ഇന്ത്യയിൽ നിലവിലെ ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 12 ദേശസാൽകൃത ബാങ്കുകളാണുള്ളത്. അപ്പോൾ ബാങ്കിങ് എന്ന വലിയ ഒരു ടോപ്പിക്കിൽ നിന്നും ഏറ്റവും കോറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ബേസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് അറിയാമെന്നുണ്ടെങ്കിൽ ബാങ്കിങ് എന്ന ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾ എവിടെ വായിച്ചാലും നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് തോന്നും. ഇത് അറിയാതെ വായിക്കുമ്പോഴാണ് ബാങ്കിങ് വളരെ വൈഡായിട്ടൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് തലപെരുക്കുന്നു, എന്തൊക്കെയാണ് എക്സാമിന് വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല, ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ബേസ് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ എവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചാലും വായിച്ചാലും നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.